നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും എല്ലാം 229 രൂപയായിട്ട് നൽകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും. മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. കളേഴ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കളേഴ്സിലാണ്. നല്ല പ്യുവർ കോട്ടൺ ആട്ടോ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽ വന്നിട്ട്. ഒരു കള്ളം ഒരു 100 പേരാൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരിക്കലും അത് കള്ളം സത്യമാവണില്ലെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ നമുക്കിടയിൽ മാനഭാരം സഹിക്കാൻ വയ്യാണ്ട് ആൾ ആത്മഹത്യ ചെയ്തു. കാരണം ആൾക്കൊരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടോ താല്പര്യമില്ലാഞ്ഞിട്ടോ. ഹലോ ഹായ് ഡേയ്സ്, ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ്. 26-ാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളുള്ള മോഡൽ നെറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും എല്ലാം 229 രൂപയായിട്ട് നൽകുന്നതായിരിക്കും. 4 നൈറ്റി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും. മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഫസ്റ്റ് വൺ വന്നിട്ട് കേട്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി പ്രിൻറ്റിലും ആട്ടോ വന്നിട്ടുള്ളത്. നല്ല കളേഴ്സുമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡൽ നമ്മൾ ഷോൾ നെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിൽ കഫ്താൻ നെറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. കാരണം നമ്മളതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നൈറ്റികളാണ്. നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. 54, 56 ഏകദേശം 57 സൈസിൽ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസാണ്. 48ഉം അതിൽ കൂടുതലും ചെസ്റ്റുകൾ വരുന്ന മോഡലുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സൈസും അതുപോലെ കളേഴ്സും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ. ഈ ഒരു മെറ്റീരിയൽ വെച്ച് ഷോൾ നൈറ്റ് നമ്മൾ ചെയ്തിരുന്നു. നല്ല മൂവിങ് ഉണ്ടായിരുന്നു. നല്ല എൻക്വയറി വന്നൊരു മോഡലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് 6 പ്രിൻറ്റിൽ നമ്മളതിൽ മോഡൽ നൈറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു പ്രിൻറ്റ് മാത്രമേ നമ്മളിതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സ്റ്റിച്ചിങ്ങിലാണ്. എപ്പോഴും പറയണ പോലെ തന്നെ ഓഫറിലാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടോ റേറ്റ് പറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ. നമ്മളെ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫറിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഈ ഒരു ടൈമിൽ മാത്രമാണ് ഈ ഒരു റേറ്റിൽ കിട്ടുള്ളൂ എന്നുള്ളൂ. പിറ്റേ ദിവസം മുതൽ നമ്മളെ പഴയ റേറ്റ് തന്നെയായിരിക്കും. അടുത്തൊരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊരു മോഡലാട്ടോ. കാരണം ഈ ഒരു മോഡൽ നമ്മൾ എത്രത്തോളം സെയിൽ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും സെയിൽ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇതെന്നും നമുക്ക് ട്രെൻഡിങ് ആണ് ഈ ഒരു മോഡൽ. നല്ല ചുങ്കടിയിൽ നമ്മൾ വാഷ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കളേഴ്സിലാണ്. നല്ല പ്യുവർ കോട്ടൺ ആട്ടോ ഇതിൻ്റെ എല്ലാ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് ഇടാനൊക്കെ സുഖമുള്ള നല്ലൊരു മെറ്റീരിയൽ ആട്ടോ. ഇത് നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും ട്രെൻഡിങ് ആണ്. എപ്പോൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകുന്ന ഒരു മോഡലും കൂടി കേട്ടോ. ഇതിൽ നല്ല കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റി 54, 56 ഏകദേശം 57 സൈസ് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസാണ്. 48 ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത്. പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ നമുക്ക് നൈറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ 5 കളേഴ്സ് അല്ലെങ്കിൽ 4 കളേഴ്സ് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കളേഴ്സും കിട്ടില്ല. ഇപ്പോൾ അങ്ങനെയല്ല, 10 കളേഴ്സിൽ നൈറ്റുകളൊക്കെ അവൈലബിൾ. അപ്പോൾ നമുക്ക് വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. ഡാർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഡാർക്ക് എടുക്കാം, ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെട്ടവർക്ക് ലൈറ്റ് കളേഴ്സ് എടുക്കാം. അങ്ങനെ 10 കളേഴ്സ് നമുക്ക് എല്ലാ മോഡലും അവൈലബിൾ ആണ്. നൈറ്റിയുടെ വിശേഷങ്ങൾ മാത്രം പറഞ്ഞാൽ നിങ്ങളിങ്ങനെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിരുന്നു ബാംഗ്ലൂരിൽ പോയിട്ട് എന്തായി ഒന്നും പറഞ്ഞില്ല എന്ന്. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ വെച്ചൊരു വീഡിയോ ചെയ്യാവേ. അത് നമ്മളിപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയുടെ പോക്ക് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടോ. നമ്മളെ ലൈഫല്ലേ, അങ്ങനെ കിടക്കട്ടെ വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ കാര്യങ്ങളല്ലേ പറയാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അടുത്തന്നെ ചെയ്യാവേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരെ പറയാൻ നമുക്ക് പേടിയാണ്. കാരണം ഒരു കള്ളം ഒരു 100 പേരാൽ ആവർത്തിക്കപ്പെടുമ്പോൾ ഒരിക്കലും അത് കള്ളം സത്യമാവണില്ലെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കാനും അങ്ങനെ വിശ്വസിക്കാനും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലുമൊക്കെ നമുക്കിടയിലുണ്ട്. അത് കാരണം സത്യം പറയാൻ പോലും ഇപ്പോൾ പേടിയാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഒരു ലേഡി പങ്കുവച്ചൊരു വീഡിയോനെ തുടർന്ന് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു. കാരണം ശരിക്കും ആളെ ഭാഗത്ത് അവിടെ ഒരു തെറ്റുമില്ല എന്ന് നമുക്ക് വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. കാരണം മറ്റുള്ള സ്ത്രീകളൊക്കെ അങ്ങനെ വീഡിയോ ചെയ്തപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോ നമ്മൾ ശരിക്കും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അസ്വാഭാവികതയായിട്ടൊന്നും അതിൽ കാണാനില്ല എന്ന്. എന്നിട്ടും എത്രയോ പേര് ഈ പെൺകുട്ടിക്കൊപ്പം നിന്ന് ആളെ കുറ്റപ്പെടുത്തി അപമാനഭാരം സഹിക്കാൻ വയ്യാണ്ട് ആൾ ആത്മഹത്യ ചെയ്തു. കാരണം ആൾക്കൊരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടോ താല്പര്യമില്ലാഞ്ഞിട്ടോ ആയിരിക്കില്ല. ഇങ്ങനെ അപമാനിക്കപ്പെട്ട് മറ്റുള്ളവർ മുമ്പ് ജീവിക്കാനുള്ള ശക്തി ഇല്ലാഞ്ഞിട്ടായിരിക്കും ആ പാവ ആത്മഹത്യ ചെയ്തതല്ലേ. ആ അമ്മയുടെ സങ്കടവും കണ്ണീരും ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. നമ്മളൊരു കൂടപ്പിറപ്പിന് സംഭവിച്ച ആ ഒരു മനോഭാവത്തോടു കൂടി തന്നെ ഇതിനെപ്പോഴും കാണുന്നത്. ആൾക്കൊരു വിഷമം വന്നപ്പോൾ ആൾക്ക് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആളതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ആളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിരുന്നു അല്ലേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാരണം നമ്മളിൽ എല്ലാവർക്കും ഇങ്ങനെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വരും. താങ്ങാൻ പറ്റാത്ത സങ്കടം വരുമ്പോൾ ഒറ്റയ്ക്ക് തീർക്കാണ്ടിരിക്കുക. നമുക്കിഷ്ടപ്പെട്ടെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണേ, നമുക്ക് കേൾക്കാൻ ഇഷ്ടമല്ലേ ആരോടെങ്കിലുമൊക്കെ, അത് ആരോയിക്കോട്ടെ, ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും തീർച്ചയായിട്ടും. അടുത്ത മോഡൽ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലെയിനിൽ നെക്കിന് ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുള്ള പ്ലെയിൻ നെറ്റി ഉണ്ടോ. പല കളേഴ്സ് നമ്മളതിൽ അവൈലബിൾ ആണ്. നല്ല കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ നമ്മളതിൽ ഷോൾ നെറ്റി അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതെല്ലാം നമ്മൾ സ്റ്റിച്ചിങ്ങിലാണ് വരുന്നേ ഉള്ളൂ കേട്ടോ.
ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ മോഡലും 54, 56, ഏകദേശം 57 സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. 3/4 സ്ലീവാണ്, ഫ്രീ സൈസ് ആണ്, 48 ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത്, പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സൈസും കളേഴ്സും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ. ഓഫറിൽ സെയിൽ ചെയ്യുന്ന നെറ്റുകൾക്കൊന്നും നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കണമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഒരു സ്ത്രീക്ക് വരുമ്പോൾ ഒന്ന് പറയാനും പ്രതികരിക്കാനും ഒന്ന് പേടിച്ചു പോകുമല്ലേ. എല്ലാ സ്ത്രീകളും മോശമാവണമെന്നില്ല, എല്ലാ പുരുഷന്മാരും മോശമാവണമെന്നില്ല. നല്ലവരും ചീത്തവരും രണ്ട് വിഭാഗത്തിലും പെടും കേട്ടോ. പക്ഷേ ഇത് ചിലർക്കെങ്കിലും ഒരു മുതലെടുക്കാനുള്ള ഒരു അവസരം, ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ട് ചെയ്യാന്നുള്ളൊരു അവസരം, ഒരു പുരുഷന് ഇത് മുതലാക്കുക, ഇനി ഒരു പുറത്ത് പറയില്ല എന്നുള്ളൊരു അവസരം, രണ്ടും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരാം, നമ്മളൊരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബസ്സിലൊക്കെ പോകുമ്പോൾ കേട്ടോ നല്ല ശല്യമായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഷോളൊക്കെ രണ്ട് സൈഡ് ഇങ്ങനെ പിൻ ചെയ്തിട്ടായിരിക്കും ഷോൾ എടുത്തത്. അപ്പോൾ ഈ ഷോളിൻ്റെ പിന്നെടുത്തിട്ട് പല പ്രാവശ്യം കുത്തിയ കാര്യം എനിക്ക് ഓർമ്മയിൽ വരുന്നുണ്ട് കേട്ടോ. പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പല പ്രാവശ്യം. കാരണം അന്ന് നമുക്ക് ഫോണില്ല, നമുക്ക് സോഷ്യൽ മീഡിയയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ബസ്സിൽ കയറുന്നതിന് ബസ്സുകാർക്കൊന്നും വലിയ ഇഷ്ടം ഉണ്ടാവില്ല, സീറ്റൊന്നും കയറാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ അപ്പോൾ അവരോടൊന്നും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പൊതുവേ കുറേ കുട്ടികൾ കേട്ടോ ഷോളിൻ്റെ പിന്ന് കയ്യിൽ വെക്കും, എന്നിട്ട് പിന്ന് വെച്ച് കുത്തും. കാരണം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് അങ്ങനെയാണ് കേട്ടോ. കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ എത്തിക്കണില്ല, അവരെ അപമാനിക്കണില്ല, വേദനിപ്പിക്കണേ ഉള്ളൂ. അതല്ലേ ഏറ്റവും ഉചിതമായ മാർഗം, നമ്മൾ പ്രതികരിക്കുക അല്ലേ. എല്ലാ ദിവസവും നമ്മൾ ബസ്സിൽ കയറുമ്പോൾ നമ്മൾ ബസ് പോകാൻ നേരത്തല്ലേ കയറുള്ളൂ. അല്ലെങ്കിൽ ഷോള് പിൻ ചെയ്തൊരു പിന്നെ അഴിച്ചെടുക്കും, അതല്ലെങ്കിൽ നമ്മൾ തലയിൽ അന്നൊക്കെ മുല്ലപ്പൂവൊക്കെ വെക്കും, സ്ലൈഡൊക്കെ കുത്തും, ആ സ്ലൈഡ് ഒന്ന് അഴിച്ചെടുക്കും കേട്ടോ. അങ്ങനെ കയ്യിൽ വെച്ചിട്ടായിരിക്കും അധിക ദിവസവും കയറുക. എനിക്കിതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യമാണ് കേട്ടോ അത്. ആളെത്രത്തോളം ഡീസൻ്റ് ആയത് കാരണമായിരിക്കും ആളാളെ ജീവിതം കൊണ്ട് അങ്ങ് പകരം വെച്ചത്. കാരണം അങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിക്കാൻ വയ്യാന്ന് വെച്ചിട്ടായിരിക്കും അല്ലേ. തെറ്റ് ചെയ്ത വ്യക്തി ഒരിക്കലും അങ്ങനെ ജീവിതം അവസാനിപ്പിക്കില്ല. ഒരു പക്ഷേ ആൾ ജീവിച്ചിരുന്ന സമയത്ത് ആൾ ചെയ്തിട്ട് തെറ്റുണ്ട്, ആളെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് കുറച്ച് പേരെങ്കിലുമൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. ആളാളെ ജീവിതം കൊണ്ട് ആ സത്യം അങ്ങ് തെളിയിച്ചു അല്ലേ. അതുകൊണ്ടാണല്ലോ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോകൾ പുറത്തു വന്നത്. ആ ജീവിതം അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ച ആ ഒരു സെക്കൻഡ് ആളെന്തോരം വേദനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട് ഇങ്ങനെ ജീവിക്കേണ്ട എന്ന് തീരുമാനിച്ച ആ ഒരു നിമിഷമൊക്കെ എന്തോരം മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. മനസ്സിൽ നിന്ന് ആ കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോണില്ല കേട്ടോ. എപ്പോഴും നമുക്ക് ഒരുപാട് സങ്കടമായിരിക്കും അത് ആലോചിക്കുമ്പോൾ തന്നെ. കാരണം ഒരു അസുഖം വന്നിട്ടോ ഒരു ആക്സിഡൻ്റ് ആയിട്ടോ ഒന്നുമല്ല, സ്വന്തം ജീവിതം അങ്ങ് ഇല്ലാണ്ടാക്കല്ലേ. കാരണം എന്താ പറയുക, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ആ ഒരു ലേഡിൻ്റെ മനസ്സിൽ നിന്ന് ഈ ഒരു കാര്യം പോവോ, താൻ കാരണം ഒരു ജീവിതം അവസാനിപ്പിച്ചു എന്നൊരു തോന്നൽ മനസാക്ഷി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതാവസാനം വരെ അതിനെ പിന്തുടരുമല്ലേ. ഇനി ഒരിക്കലും ഒരാൾക്കും അങ്ങനെ സംഭവിക്കാണ്ടിരിക്കട്ടെ അല്ലേ. കാരണം നമുക്കൊരു വിഷമം വന്നാൽ, നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു തളർച്ച വന്നാൽ, നമുക്ക് ഒരുപാട് അടുപ്പുള്ള ആരോടെങ്കിലും അതൊന്ന് ഷെയർ ചെയ്യാം. ഒരു പക്ഷേ നമ്മളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തീർച്ചയായിട്ടും അവർക്ക് പറ്റും. അടുത്ത മോഡലുണ്ട് ഇതാണ് കേട്ടോ. നല്ല നെക്കിന് ഇതുപോലെ ഇങ്ങനെ സിമ്പിളായിട്ടൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് 10 കളേഴ്സ് അവൈലബിൾ ആട്ടോ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്കൊരു 5 കളേഴ്സൊക്കെ വന്നിരുന്നുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, അധികം മോഡൽ നമുക്ക് 10 കളേഴ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നല്ല പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നും വീഡിയോസ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിതാ പർച്ചേസ് ചെയ്തു, നേരെ നമ്മളിതാ സെയിലിലേക്ക് ഇറക്കിയിട്ടോ. അങ്ങനെയാണ് ഈ ഓഫർ സെയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല മോഡൽ നെറ്റുകളാണ്. കാരണം ഞാൻ എന്താ പറയുക, ആദ്യമൊക്കെ ഞാൻ ഓഫർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും കേട്ടോ, ഓഫർ എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ നന്നാവില്ല എന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓഫർ വയ്ക്കാൻ തുടങ്ങിയ അവിടെ നിന്ന് എനിക്ക് ഓഫറിനോട് ഭയങ്കര താല്പര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പർച്ചേസ് ചെയ്യാൻ നേരെ കൊണ്ടുപോയി, ഞാൻ പറഞ്ഞില്ല വീഡിയോ പോലും ഇട്ടിട്ടില്ല, അങ്ങനെ ഇത് ഓഫർക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നൈറ്റി വന്നിട്ട് കണ്ടോ, ഈ ഒരു പ്രിൻറ്റ് ഓൾ ഓവർ പ്രിൻ്റാണ് വന്നിട്ട്. ഇതിലും നമ്മളിൽ ഷോൾ നൈറ്റി അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. അതിന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. നല്ല പ്യൂർ കോട്ടൺ കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. നല്ല നല്ല കളേഴ്സ് ഇതിലും അവൈലബിൾ ആണ്. അടുത്ത മോഡൽ വന്നിട്ട് ഇതാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ട് നല്ല കുഞ്ഞു പ്രിൻറ്റിലാട്ടോ വന്നിട്ടുള്ള. ചിലർക്ക് സൈഡ് പ്രിൻറ്റും അതുപോലെ തന്നെ നടുവശത്തെ പ്രിൻറ്റൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല കളേഴ്സ് ഈ ഒരു മോഡലിലും അവൈലബിൾ ആണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, 26-ാം തീയതി നമ്മളിത് പർച്ചേസ് ചെയ്യണ എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും, നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നെറ്റുകളും നല്ല അടിപൊളി എംബ്രോയിഡറി നെറ്റുകളും എല്ലാം നമ്മൾ 229 രൂപയായിട്ട് നൽകുന്നതായിരിക്കും കേട്ടോ. 4 നെറ്റ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും. ഇഷ്ടപ്പെട്ടൊരു മോഡൽ മാറ്റി വെക്കണതിൻ്റെ ഒപ്പം തന്നെ ക്യാഷ് ഇടും ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ. പലരും നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ക്യാഷ് ഇടുമ്പോഴത്തേന് ആ ഒരു മോഡൽ സ്റ്റോക്ക് ഔട്ടായി പോയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ പലരും വഴക്കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട മോഡലിൻ്റെ ക്യാഷ് കൂടി അതിനൊപ്പം ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ. കാരണം പാക്കിങ് ഒരാളും ഓർഡർ എടുക്കുന്ന ഒരാളുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാഷ് ആയതൊക്കെ ഇങ്ങനെ പാക്കിങ് ഇടും. അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ ഈ ഒരു ഓഫർ മാക്സിമം നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ആവശ്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.